ഓക്കെ, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്റർ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്ററാണ്. നിങ്ങളുടെ 13th ചാപ്റ്റർ. നമുക്കിതിനകത്ത് കാര്യമായിട്ട് പഠിക്കാനുള്ളത് ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഒരു എഫക്റ്റ് അല്ലേ, മാഗ്നറ്റിക് എഫക്റ്റ്. നിങ്ങൾ ഓൾറെഡി ഇലക്ട്രിക് കറണ്ടൊക്കെ പഠിച്ച അതിൻ്റെ വടിയുമ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താ? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് കറണ്ട് ഇസ് ദി റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ കണ്ടക്ടർ അല്ലേ. നമ്മൾ ഇലക്ട്രോൺ ഫ്ലോ എടുത്താൽ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റായിട്ട് സർക്യൂട്ടിൽ കൂടി കറണ്ട് ഫ്ലോ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, ഇലക്ട്രിക് കറണ്ടൊക്കെ പഠിച്ചതാണ്. അപ്പം ഇലക്ട്രിക് കറണ്ടിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എ കണ്ടക്ടർ ക്യാൻ ബി കോൾഡ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് കറണ്ടിൻ്റെ നിങ്ങൾ ഓൾറെഡി ഇലക്ട്രിക് കറണ്ടിൻ്റെ എഫക്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ചിലതൊക്കെ അല്ലേ. മാഗ്നറ്റിക് എഫക്റ്റ് അല്ലാതെ നിങ്ങൾ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഹീറ്റിംഗ് എഫക്റ്റ് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നപ്പം മാഗ്നറ്റിക് എഫക്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കൂടാതെ അല്ലേ വേറെ എഫക്റ്റ് ഉണ്ട്, കെമിക്കൽ എഫക്റ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? കെമിസ്ട്രിയിലൊക്കെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. കെമിക്കൽ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോലൈസിസ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിൽ ഒരെണ്ണം എടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഏതാ? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ബേസിക്കായ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. കുറേ ഡയറക്ഷൻ എടുക്കുന്ന കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. പല കേസിൽ ഇതിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴേക്കും ആവശ്യം വരുന്നത് തന്നെയാണ് എല്ലാം. ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഫോഴ്സിൻ്റെയും ഒക്കെ ഡയറക്ഷൻ എടുക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് അപ്പോൾ നമ്മൾ പറയുന്നത് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അതൊന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്താ? നിങ്ങൾക്ക് നമ്മളിപ്പോൾ അയൺ ബോക്സ് ഉപയോഗിച്ച് അയൺ ചെയ്യുന്ന വിചാരിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ആ അയൺ ബോക്സ് ചൂടാക്കുന്നില്ലേ, ഹീറ്റ് ഉണ്ടാവുന്നില്ലേ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു, അതിൽ കൂടി കറണ്ട്, അതിനുള്ളിൽ കോയിലുണ്ട് അല്ലേ, ആ കോയിൽ കൂടി ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും? കോയിൽ ഹീറ്റാവും. അപ്പം ഇലക്ട്രിക് കറണ്ടിന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട്. ആൻഡ് ഇറ്റ്സ് കോൾഡ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. പിന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ടെലിവിഷൻ അല്ലെങ്കിൽ നമ്മുടെ ബൾബുകൾ, പണ്ടത്തെ ഇൻകാൻഡസൻ ലാമ്പൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്താൽ വളരെ പെട്ടെന്ന് ഹീറ്റായിട്ട് മാറും. നമ്മുടെ വീട്ടിലെ റേഡിയോ അല്ലെങ്കിൽ ടി വി, നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ ഒക്കെ ബാക്ക് സൈഡൊക്കെ തൊട്ട് കഴിഞ്ഞാൽ അറിയാം ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ്സ് കോൾഡ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. വെൻ ആൻ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ ദി കണ്ടക്ടർ ഇറ്റ് ബിക്കംസ് ഹോട്ട് ആഫ്റ്റർ സം ടൈം ആൻഡ് ഇറ്റ്സ് കോൾഡ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻ അല്ലേ ഞാൻ പറഞ്ഞു. ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു, നമ്മുടെ അയൺ ബോക്സ് അയൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തറിയാം? ഹീറ്റ് ഉണ്ടാകുന്നുണ്ട്, നമുക്ക് ഉറപ്പായിട്ടും അറിയാം അല്ലേ. നമ്മൾ ഒരു ആപ്ലിക്കേഷൻ എടുക്കും. പിന്നെ ഇതുപോലെ നമുക്ക് വാട്ടർ ഹീറ്റർ, ഇതൊക്കെ അങ്ങനെ പല ഡിവൈസസ് നമ്മുടെ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ആപ്ലിക്കേഷനുള്ള ഇതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഓൾറെഡി അതെല്ലാം ഫെമിലിയർ ആയ ടൈമാണ്. അപ്പോൾ അങ്ങനെ ഒരു എഫക്റ്റ് ഇലക്ട്രിക് കറണ്ടിനുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അടുത്തതാണെന്ന് നോക്കി, അടുത്ത മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. നോക്കിയേ, വെൻ ഇലക്ട്രിക് കറണ്ട് ഫ്ലോസ് ത്രൂ ദ സർക്യൂട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന്, ഇതെങ്ങനെ ഉണ്ടാകുന്നു, എന്താണെന്നതിൻ്റെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇതെങ്ങനെ മറ്റ് ഫീൽഡുമായി ഇൻട്രാക്ട് ചെയ്യുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. ഫിസിക്സിൻ്റെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യകാലത്തൊക്കെ ഇലക്ട്രിസിറ്റി ഒരു ബ്രാഞ്ചായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നു. അതേപോലെ മാഗ്നറ്റിസം ഒരു ബ്രാഞ്ചായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നു. അന്ന് ആളുകൾക്ക് ഇത് രണ്ടും കൂടി ഉള്ള റിലേഷനെക്കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ ഇത് ഇലക്ട്രിസിറ്റി മാഗ്നറ്റ്സും തമ്മിലുള്ള റിലേഷൻ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയതും അതിനെക്കുറിച്ച് സ്റ്റഡികളൊക്കെ നടത്തി ഫിസിക്സിൽ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന ബ്രാഞ്ചൊക്കെ ഡെവലപ്പായിട്ട് വന്നതും ഈ ഒബ്സർവേഷൻ ശേഷമാണ്. അതായത് ഈ ഇലക്ട്രിക് കറണ്ടും അതുപോലെ മാഗ്നറ്റിക് എഫക്റ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം ആളുകൾക്ക് ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ബ്രാഞ്ചൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന ബ്രാഞ്ചൊക്കെ ഡെവലപ്പായിട്ട് വന്നത്. അപ്പോൾ നമ്മളതിനകത്ത് ഒരു കേസ് മാഗ്നറ്റിക് എഫക്റ്റ് പഠിക്കാൻ പോകും. ഇനി ഇതല്ലാതെ വേറെ എഫക്റ്റ് കൂടി ഞാൻ പറഞ്ഞു അല്ലേ, കെമിക്കൽ എഫക്റ്റ് ഉണ്ട്. അതെന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇലക്ട്രോലൈസിസ് ഒക്കെ അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായിരിക്കും, ഫിസിക്സ് ഉള്ളത് തന്നെയാണ്. അതെന്താ ഇലക്ട്രോലൈസിസ്? ഇല്ല വേണ്ട, ഞാനൊരു എക്സാമ്പിൾ. നമ്മുടെ
നമ്മുടെ ബാറ്ററി ഉണ്ടല്ലോ, നമ്മുടെ ടി വിയുടെ റിമോട്ടിലിടുന്നതോ ക്ലോക്കിലിടുന്നതോ അങ്ങനത്തെ ഒരു ബാറ്ററി, ആ ബാറ്ററിക്കുള്ളിൽ എന്താ നടക്കുന്നത്? കെമിക്കൽ ചേഞ്ച് വഴിയാണ് അത് ഇലക്ട്രിസിറ്റി ഉണ്ടാകും അല്ലേ? അപ്പോൾ അവിടെ ഇലക്ട്രിക് കറണ്ട് എന്തുണ്ട്? കെമിക്കൽ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്കങ്ങനെ കാര്യമായിട്ട് 3 എഫക്ട്സ് അല്ലേ? അതിൽ നമ്മൾ ഒരു ടോപ്പിക്ക് ഏതാ പഠിക്കാൻ പോകുന്നത്? എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ നമ്മൾ ഈ മാഗ്നറ്റിക് എഫക്റ്റിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രിക് കറണ്ടിൻ്റെ മാഗ്നറ്റിക് എഫക്ട്സിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളോട് എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് ഇത് കേൾക്കണം. നിങ്ങൾ ഓരോ കേസുകളും പറയുമ്പോൾ നിങ്ങളത് ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്ത് നോക്കണം. നമ്മൾ ഡയറക്ഷനൊക്കെ എടുക്കാൻ പറയുമ്പോൾ നിങ്ങളതുപോലെ കേട്ട് മാത്രം പോരാ, നിങ്ങളതുപോലെ ചെയ്ത് നോക്കണം. എൻ്റെ കൂടെ നിങ്ങളും ചെയ്യണം. എന്നാലേ നമുക്കിത് കൃത്യമായിട്ട് ഈ ചാപ്റ്റർ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം. സോ നമുക്ക് പോവാം. ഞാനൊരു സർക്യൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ നോക്കിക്കേ. ഇതിനകത്ത് ഒരു റെസിസ്റ്റർ ഞാൻ എന്താ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു റെസിസ്റ്ററാണ്, നിങ്ങൾക്ക് അറിയുന്ന ടൈമാണ്. ഇതൊരു അമീറ്ററാണ്. ഡിവൈസ് യൂസ് ടു മെഷർ ഇലക്ട്രിക് കറണ്ട്. ഞാനൊരു സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഇലക്ട്രിക് സെല്ല് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ഇലക്ട്രിക് സെല്ല് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇലക്ട്രിക് സെല്ല്, ഇതൊരു ഇലക്ട്രിക് സ്വിച്ച് ഉണ്ട് ഇവിടെ. ഞാൻ നോക്കി ഇവിടെ XY എന്നൊരു ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണ് എടുത്തേക്കുന്നത്. XY ഒരു കണ്ടക്ടറാണ്. ഒരു കോപ്പർ വയറെന്നോ അലുമിനിയം വയറെന്നോ അലുമിനിയം റോഡ് കോപ്പർ റോഡ് എന്നൊക്കെ വിചാരിച്ചു. ഞാനത് ഒരു കാർഡ്ബോർഡ് ഇങ്ങനെ കടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ്ബോർഡ് ഞാനൊരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ കണ്ടിട്ടുണ്ടോ? മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ, സിംപ്ലി നമുക്ക് പറയാം കോമ്പാസ് നീഡിൽ എന്ന് പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനൊരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിലാണ് ഇമേജ് എടുത്തേക്കുന്നത്. ഇത് കണ്ടോ? ഇതൊരു സിമ്പിളായിട്ടൊരു ഡിവൈസ്. ഇതിനുള്ളിലൊരു മാഗ്നറ്റ് ഉണ്ട് അല്ലേ? ഈ മാഗ്നറ്റിന് നോർത്ത് സൗത്ത് ഇങ്ങനെ 2 പോൾസ് ഉണ്ട്. ഈ മാഗ്നറ്റിക് കോമ്പാസിലെ ഈ മാഗ്നറ്റ് ഒരു ബാർ മാഗ്നറ്റ് പോലെയാണ്, സൂചി പോലെ. കണ്ടോ നിങ്ങൾ കാണുന്നില്ലേ? നീഡിൽ ഈ റെഡായിട്ട് മാർക്ക് ചെയ്തേക്കുന്ന നോർത്ത് പോളാരിറ്റി ഉള്ളതാണ്. ഇവിടെ ഈ എൻ്റെ സൗത്തുമാണ്. അപ്പോൾ ഇതിവിടെ ഇതിങ്ങനെ ഫ്രീ ടു മൂവ്. ഇത് നമുക്ക് തന്നെ വീട്ടുണ്ടാക്കാവുന്നുള്ളൂ. ഈ ഒരു പിവോട്ട് വെച്ചുകൊണ്ട് ഇതിങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു ഇതിനൊരു ബോക്സൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പല രീതിയിൽ പല ഡിസൈനിലൊക്കെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഇതിലിങ്ങനെ മാർക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഈ നീഡിൽ ഇതാണ് നമ്മുടെ നീഡിൽ. ഈ നീഡിൽ ഇസ് ഫ്രീ ടു മൂവ്. അത് ഈ ഒരു പോയിന്റ് വെച്ചിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ഇതിന് പ്രത്യേകതയുണ്ട്. ഒരു ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ ഓൾവേസ് റെസ്റ്റ് ഇൻ ദി ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് ബാർ മാഗ്നറ്റ് എന്താ? നമ്മളൊരു ഇതുപോലെ ഒരു ചെറിയ മാഗ്നറ്റിൻ്റെ കഷ്ണം എടുത്താൽ അതെന്താ? ബാർ മാഗ്നറ്റാണ്. കുറച്ച് ലെങ്ത് ഒക്കെയാണ്. ഒരെൻ്റെ ഇവിടെ നോർത്ത് പോൾ, ഒരെൻ്റെ ഇവിടെ സൗത്ത് പോളൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങളൊരു ബാർ മാഗ്നറ്റൊക്കെ കാണുകയാണെങ്കിൽ അതിനകത്ത് മിക്കവാറും ഒരെണ്ടിലൊരു വൈറ്റ് ഡോട്ടായിട്ടുണ്ടാവും. ആ ഡോട്ട് ഇട്ട പാർട്ടാണ് നോർത്ത് പോൾ എന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. സാധാരണ അങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഒരു ബാർ മാഗ്നറ്റിൽ ഒരു ഡോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഡോട്ട് ഇട്ട പാർട്ട് അത് നോർത്ത് പോളായിരിക്കും. അപ്പോൾ നോക്കി ഒരു ബാർ മാഗ്നറ്റ് ഇതിങ്ങനെ. ഇപ്പോൾ ഈ ബാർ മാഗ്നറ്റ് ഞാൻ ഒരു നൂലിൽ ഇങ്ങനെ തൂക്കി കെട്ടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് ഓൾവേസ് റെസ്റ്റ് ഇൻ ദി ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ അതവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മാഗ്നറ്റിനെ ഇത് വെച്ചിട്ട് ഇത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അത് എപ്പോഴും എങ്ങോട്ട് നിൽക്കും? നമ്മൾ എങ്ങോട്ട് തിരിച്ചാലും എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്ത് നിൽക്കും. ഇതിനുള്ളൊരു ഡിവൈസാണ്, ഒരു സിമ്പിൾ അറേഞ്ച്മെൻറ്റാണ് മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ. നമ്മളെന്താ വിളിക്കുന്നതിനെ? മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ. അപ്പം ഇത് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? ഇതെപ്പോഴും എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്ത് നിൽക്കും. അപ്പോൾ നമുക്കിവിടെ എർത്തിൻ്റെ അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഒരു കോമ്പാസ് നീഡിൽ കേട്ടോ. ഞാൻ 2 ഫിഗർ ഇവിടെ കാണിച്ചേക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ പറയാം. ഇറ്റ്സ് എ സ്മോൾ ബാർ മാഗ്നറ്റ് ഓർ മാഗ്നറ്റിക് നീഡിൽ. കോമ്പാസ് നീഡിൽ അപ്രോക്സിമേറ്റ്ലി പോയിന്റ് ടുവാർഡ്സ് ദി നോർത്ത് ആൻഡ് സൗത്ത് ഡയറക്ഷൻ. ഇനിയും നോക്കിയേ, ലൈക്ക് പോൾസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. ഒരു മാഗ്നറ്റിൻ്റെ കേസ് പറയുമ്പോൾ അതിനകത്ത് അല്ലേ നോർത്ത് അതേപോലെ സൗത്ത് ഞാൻ 2 പോൾ വയ്ക്കാമെന്ന് വിചാരിക്കുക. നോക്കിയേ, ഞാൻ 2 മാഗ്നറ്റിക് പോൾ വയ്ക്കാമെന്ന് വിചാരിക്കുക. ഒരു മാഗ്നറ്റ് വയ്ക്കുകയാണേ.
ഒരു ബാർ മാഗ്നറ്റ് നിങ്ങൾ വിചാരിച്ചു വെറുതെ. ഒരെണ്ണം ഇവിടെ, ഇത് നോർത്താണ്, ഒരെണ്ണത്തിൻ്റെ ഇവിടെ സൗത്താണ്. നോർത്ത് സൗത്ത് 2 പോൾസ്. ഇനി ഞാൻ വേറൊരു മാഗ്നറ്റ് കൊണ്ടുവരാൻ പോകണേ. വേറൊരു മാഗ്നറ്റ്, സിമിലർ ആയിട്ടുള്ളൊരു മാഗ്നറ്റ്. ഒരെണ്ണം നോർത്ത്, ഒരെണ്ണം സൗത്ത്. നമ്മൾ ഇതിനകത്ത് ഈ ഫസ്റ്റ് മാഗ്നറ്റിൻ്റെ സൗത്ത് പോളിൻ്റെ അടുത്തോട്ട് ഈ സെക്കൻഡ് മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ വന്നാൽ ദേ ഗെറ്റ് അട്രാക്ട് ഈച്ച് അതർ. ഇനി ഞാൻ ഈ സൗത്ത് പോളിൻ്റെ അടുത്തോട്ട് ഇതിൻ്റെ സൗത്ത് പോൾ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും? രണ്ടും ഒരു ടൈപ്പ് ലൈക്ക് പോൾസ്, ദേ ഗെറ്റ് റിപ്പൽഡ്. അപ്പം ഇനിയിപ്പോൾ ഈ നോർത്തിലേക്ക് ഈ സെക്കൻഡിനെ നോർത്ത് കൊണ്ടുവന്നാലും എന്ത് ചെയ്യും? ഇത് റിപ്പൽ ചെയ്യും. പക്ഷേ ഈ നോർത്തിലേക്ക് ഈ സെക്കൻഡിനെ സൗത്ത് കൊണ്ടുവന്നാലും അത് അട്രാക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു മാഗ്നറ്റിൻ്റെ കേസിൽ ലൈക്ക് പോൾസ് റിപ്പൽസ് ഈച്ച് അതർ വൈൽ അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് അല്ലേ. ഒരു ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് ഓൾവേസ് റെസ്റ്റ് ഇൻ ദി ജോഗ്രഫിക്കൽ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അതേപോലെ ലൈക്ക് പോൾസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് അല്ലേ. അത് മറന്നു പോരുത് നിങ്ങൾ. എന്താ ഇത്? ലൈക്ക് പോൾസ് റിപ്പൽസ്. അതേപോലെ നമ്മൾ പഠിക്കുന്ന അൺലൈക്ക് പോൾസ് അട്രാക്റ്റ്. സോ ലൈക്ക് പോൾസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്തത്. അതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. നമ്മളപ്പം ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, നമ്മൾ മാഗ്നറ്റിക് കോമ്പാസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡയറക്ഷൻ എടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്താ? എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് കാണിക്കുന്ന ഒരു നീഡിലാണ്. ഈ നീഡിൽ ഒരു പോയിന്റ് വെച്ചിട്ട് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. നമുക്കിത് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ബാർ മാഗ്നറ്റ് നൂലിലിങ്ങനെ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളത് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം ഓസിലേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്ത് നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നോർത്തിലേക്ക് അലൈൻ ചെയ്തിരിക്കുന്ന പോളിനെ വിളിക്കുന്ന പേരാണ് നോർത്ത് പോൾ. എർത്തിൻ്റെ നോർത്തിലേക്ക്. അതേപോലെ എർത്തിൻ്റെ സൗത്തിലേക്ക് അലൈൻ ചെയ്ത് വന്ന് നിൽക്കുന്ന മാഗ്നറ്റിക് പോൾസിനെ നമ്മൾ വിളിക്കുന്നതാണ്, ഈ ബാർ മാഗ്നറ്റിൻ്റെ പോൾസിനെ നമ്മൾ വിളിക്കുന്നതാണ് സൗത്ത് പോൾ. സൗത്ത് സീക്കിംഗ് പോൾ ഈസ് സൗത്ത് പോൾ ആൻഡ് നോർത്ത് സീക്കിംഗ് പോൾ ഈസ് നോർത്ത് പോൾ. അപ്പം നമുക്ക് ബാർ മാഗ്നറ്റിന് അല്ലെങ്കിൽ എന്ത് മാഗ്നറ്റ് എടുത്താലും അതിന് 2 പോൾസ് ഉണ്ട്, നോർത്തും സൗത്തും. ഓർത്തിരിക്കുക. ഒരു ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് ബാർ മാഗ്നറ്റ് ഓൾവേസ് റെസ്റ്റ് ഇൻ ദി ഓൾവേസ് റെസ്റ്റ് ഇൻ ദി ജോഗ്രഫിക്കൽ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇനിയും ലൈക്ക് പോൾസ് റിപ്പൽസ് ഈച്ച് അതർ വൈൽ അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. അതൊക്കെ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ മാഗ്നറ്റിക് കോമ്പാസ് കണ്ടോ. അപ്പോൾ നമ്മുടെ ആ എക്സ്പെരിമെൻറ്റിലേക്ക്, ഈ അറേഞ്ച്മെൻറ്റിലേക്ക് തിരിച്ചു വരിക. ഇവിടെ ഒരു റെസിസ്റ്ററുണ്ട്, ഇവിടെ കറണ്ട് അളക്കാൻ വേണ്ടി അമീറ്റർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഇലക്ട്രിക് സെല്ല് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇതൊരു കീയും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതിൽ XY എന്നുള്ള ഒരു കണ്ടക്റ്റിംഗ് റോഡ്, അലുമിനിയത്തിൻ്റെയോ കോപ്പറിൻ്റെയോ റോഡ്. സ്വിച്ച് ഓൺ ചെയ്താൽ കൂടി ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും. നമുക്കറിയാം ഇലക്ട്രിക് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യും. ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് ഇങ്ങോട്ട് പോകും, ഇവിടുന്ന് ഇങ്ങനെ കറണ്ട് ഇങ്ങനെ വരും അല്ലേ. കറണ്ട് ഇങ്ങനെ വരും. ഞാൻ ഈ കോപ്പർ റോഡിൽ ഒരു ഷീറ്റ് പേപ്പർ പോലെ, കാർഡ്ബോർഡ് പോലെ എൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ സർഫസിൽ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്, ഇതാണ് എൻ്റെ റോഡെന്ന് വിചാരിക്കുക. ഇതിങ്ങനെ ഒരു ഷീറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഞാനിവിടെ ഒരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ കൊണ്ട് വെച്ചു. ആദ്യം സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല, സ്വിച്ച് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടേക്കുക. ഈ സർക്യൂട്ട് ഓപ്പൺ ആണ്, ഇപ്പോൾ കറണ്ട് ഫ്ലോ ഇല്ല. ഓൾറെഡി എൻ്റെ മാഗ്നറ്റിക് കോമ്പാസ് നീഡിലാണ്. ഈ കോമ്പാസ് നീഡിൽ എന്ത് ചെയ്യും? എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്ത് അവിടെ ഇരിക്കുകയാണ് ഇനിഷ്യലി. ഞാൻ ഈ സ്വിച്ച് ഓൺ ചെയ്തു, അല്ലെങ്കിൽ കീ ഇട്ട് കൊടുത്തു, സ്വിച്ച് ഓൺ ചെയ്തു. സർക്യൂട്ട് ക്ലോസ്ഡ് ആയാൽ ഈ XY എന്ന നമ്മുടെ കണ്ടത്തിൽ കൂടി ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യും. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്താൽ ചുറ്റും ആക്ച്വലി ഇവിടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മാഗ്നറ്റിക് കോമ്പാസ് നീഡിലൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്തു. നമുക്ക് ആ ഡിഫ്ലക്ഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും കേട്ടോ, കാണാൻ പറ്റും. അപ്പോൾ ഈ മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാൻ റീസൺ എന്താണ്? അത് ഡിഫ്ലക്ഷൻ ഉണ്ടാകാൻ ഓൾറെഡി നമ്മുടെ മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ ഇരിക്കുന്നത് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക്, അതായത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ആ ഫീൽഡിൽ ഇത് അലൈൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ. ഞാൻ ഈ സ്വിച്ച് ഇട്ടപ്പോൾ പെട്ടെന്നൊരു ഡിഫ്ലക്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് റീസൺ എന്താണ്?
നമ്മുടെ ഈ മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ കാരണം ഇവിടെ ഒരു പുതിയ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ആ പുതിയ ഫീൽഡിന് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് ഫീൽഡിനേക്കാളും ശക്തി കൂടുതലായതുകൊണ്ട് നമ്മുടെ കോമ്പാസ് നീഡിൽ ഇപ്പം പുതുതായിട്ടുണ്ടായ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അലൈൻ ചെയ്തതാണ് നമ്മൾ ഈ കാണുന്ന ഡിഫ്ലക്ഷൻ. ഇനി ഞാൻ ഇതേ കേസ് തന്നെ വെച്ചിട്ട് ഈ ബാറ്റർ ഒന്ന് റിവേഴ്സ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യപ്പെടും. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ ഇതേപോലെ സ്വിച്ച് ഓൺ ചെയ്ത്, അപ്പം ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് ഒബ്സർവ് ചെയ്ത് കാണാൻ പറ്റും എനിക്ക് ഈ മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ ഉണ്ടായ ഡിഫ്ലക്ഷൻ റിവേഴ്സ് ചെയ്യപ്പെടും. ആദ്യം ഉണ്ടായ ഡിഫ്ലക്ഷൻ്റെ ഓപ്പോസിറ്റിലേക്ക് ഡിഫ്ലക്ഷൻ ഉണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ മാഗ്നറ്റിക് കോമ്പാസിൻ്റെ ഡിഫ്ലക്ഷൻ റിവേഴ്സ് ആവാൻ കാരണം രണ്ടാമത് ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. അപ്പം ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? ഈ കണ്ടക്ടറിൽ കൂടി ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്താൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് കോമ്പാസിനകത്ത് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് എന്നൊരാളാണ്. ആരാ? ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് discovered that a compass needle got deflected when an electric current passed through a metallic wire placed nearby. Yes. അപ്പം ഇത് ഒബ്സർവ് ചെയ്ത ആരാ? ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് ഇൻ 1820. അദ്ദേഹം ഇത് വളരെ ആക്സിഡൻ്റലി ഒബ്സർവ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയിൽ അദ്ദേഹം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടുത്തൊരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ ഉണ്ടായിരുന്നു. എന്തോ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴത്തേക്ക് ആ ഒരു അടുത്തുള്ള ഒരു കണ്ടത്തിൽ കൂടി വയറിൽ കൂടി കറണ്ട് ഫ്ലോ ഉണ്ടായി. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ലാബിലുള്ള ഈ ഒരു മാഗ്നറ്റിക് കോമ്പാസിൻ്റെ ഒരു ഡിഫ്ലക്ഷൻ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇതെന്തുകൊണ്ട് ഇതിങ്ങനെ ഡിഫ്ലക്ഷൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹമാണ് പറഞ്ഞത് എന്ത്? ഒരു കറണ്ട് ക്യാരി കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആവുമെന്ന് അദ്ദേഹമാണ് നമുക്ക് പറഞ്ഞു തന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ വേറെ വിധത്തിൽ പറയാം, ഇലക്ട്രിക് കറണ്ട് എന്താ? ചാർജിൻ്റെ ഫ്ലോയാണ്. ഇലക്ട്രിക് കറണ്ട് ഇസ് ഫ്ലോ ഓഫ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. അപ്പം ഒരു ഇലക്ട്രിക് ചാർജിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും എന്താ? ഇലക്ട്രിക് ചാർജിൻ്റെ മൂവ്മെൻറ്റ് തന്നെയാണ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്താൽ അത് എന്ത് ക്രിയേറ്റ് ചെയ്യും? അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. നമുക്കറിയാം ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും റെസ്റ്റിലാണെങ്കിൽ. അപ്പോൾ ഇത് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കൂടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഇത് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത ആളുടെ പേരെന്താ? മറന്നു പോകുന്നത്. ഇപ്പോൾ ഒരു ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് ഇൻ ദ ഇയർ 1820. അപ്പോൾ ഇദ്ദേഹം ഇത് ഒബ്സർവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം തമ്മിൽ എന്തൊക്കെയോ റിലേഷൻ ഉണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതും. അദ്ദേഹത്തിന് ശേഷം വന്ന ആളുകൾ പറയുകയാണെങ്കിൽ മാക്സ്വെൽ, ഫാരഡെ, ഇങ്ങനെ കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി നടത്തിയിട്ടാണ് നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിസം എന്നൊരു ബ്രാഞ്ച് പോലും ഫിസിക്സിൽ ഡെവലപ്പായിട്ട് വന്നത്. ഇലക്ട്രോ മാഗ്നറ്റിസം. അപ്പോൾ അതിനൊക്കെ ബേസിക്കാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താ? ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ, ഒന്നുകൂടി കേട്ടു നോക്കിയേ. ഒരു ചാർജ് മൂവ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് ചുറ്റും ക്രിയേറ്റഡ് ആവും. മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഇത് ഒബ്സർവ് ചെയ്ത് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് ഇൻ ദ ഇയർ 1820. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കണം നമ്മളല്ലേ ഇലക്ട്രിക് കറണ്ടിൻ്റെ വെൻ വി റിവേഴ്സ് ദി ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ദി വയർ ദി ഡിഫ്ലക്ഷൻ ഗെറ്റ് റിവേഴ്സ്ഡ്, വിച്ച് മീൻസ് നമ്മൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തപ്പോൾ ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡ് റിവേഴ്സ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോ കൊണ്ട് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. ഓക്കെ അല്ലേ? ഫോളോ ചെയ്യുന്നില്ല നിങ്ങൾ തന്നെ? അപ്പോൾ നമുക്കതിന് ബാക്കി പാർട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു ഒരു ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും എന്തൊക്കെയോ ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ട്. നമ്മളതിനെ മനസ്സിലാക്കാൻ വേണ്ടി അവിടെ മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ വെച്ച് നോക്കി. അപ്പോൾ കോമ്പാസ് നീഡിൽ ഡിപ്രഷൻ ഉണ്ടാവുന്നുണ്ട്, വിച്ച് മീൻസ് അവിടെ ഒരു പുതിയ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ആയി എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഓക്കെ, ഞാനൊരു മാഗ്നറ്റ് വയ്ക്കാൻ പോകുന്നു വിചാരിക്കുക. ഞാനിവിടെ ഒരു മാഗ്നറ്റ് വയ്ക്കുകയാണേ, ഒരു ബാർ മാഗ്നറ്റ് എന്ന് വിചാരിച്ചോളൂ. ഒരു ബാർ മാഗ്നറ്റ്, ഒരെണ്ട് ഇവിടെ നോർത്ത് പോൾ, ഒരെണ്ട് ഇവിടെ സൗത്ത് പോൾ.
അപ്പോൾ ഈ മാഗ്നറ്റിന് ചുറ്റും ഞാൻ ചുറ്റുമുള്ള സ്പേസിൽ വേറൊരു മാഗ്നറ്റിനെ കൊണ്ടുവരികയാണ്. ഞാൻ രണ്ടാമത് കൊണ്ടുവരുന്ന മാഗ്നറ്റ് കുറച്ച് അങ്ങ് ദൂരെയാണ്, ഇങ്ങനെ അറ്റത്താന്ന് വിചാരിക്കുക, ദൂരെയാണ്, ഇവിടെയാണ്. ഇവിടെ നോർത്തുണ്ട്, ഇവിടെ സൗത്തുണ്ട്. ഈ സെക്കൻഡ് മാഗ്നറ്റ് ദൂരെ മാറിയിരിക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടാവില്ല, ഫോഴ്സ് ഉണ്ടാവില്ല. പക്ഷെ ഞാൻ ഈ സെക്കൻഡ് മാഗ്നറ്റിനെ ഇങ്ങനെ ഇതിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്ത് കൊണ്ടുവന്ന് വിചാരിക്കാം. മൂവ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻഡിലല്ല, ഈ അടുത്തടുത്തിങ്ങനെ വരിക, മൂവ് ചെയ്ത് ഇവിടം വരെ എത്തി വിചാരിക്കുക. ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇതും തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. അപ്പം ഈ ആദ്യത്തെ മാഗ്നറ്റിന് ഇൻഫ്ലുവൻസ് കൊടുക്കാൻ കഴിയുന്ന ഒരുപാട് അകലില്ല. ഇതിന് ഇൻഫ്ലുവൻസ് കൊടുക്കാൻ പറ്റുന്നത് ഇതിൻ്റെ അടുത്ത ഒരു പ്രത്യേക സ്പേസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഒരു സ്പേസിന് എന്ത് വിളിക്കും? ഈ ഫസ്റ്റ് മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ള സ്പേസ് എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് മാഗ്നറ്റിന് ഇൻഫ്ലുവൻസ് കൊടുക്കാൻ സാധിക്കുന്ന സ്പേസ്. ദ റീജിയൻ ഓഫ് സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ് or where its force is experienced can be called magnetic field. ഒരു മാഗ്നറ്റ് ചുറ്റും, നമുക്ക് മാഗ്നറ്റ് എന്ന് തന്നെ പറയേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ എന്താ അറിയാം, ഒരു കറണ്ട് കാര്യം കണ്ടെത്തണമെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതാണ്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടെത്തുന്ന ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതാണ്. അപ്പം വേണേൽ അങ്ങനെയും പറയാം, ഒരു കറണ്ട് ക്യാരിങ് കണ്ടെത്തുന്ന ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്പേസിനെ നമുക്ക് എന്ത് വിളിക്കാം? അതിന് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കാം. അപ്പം what is a magnetic field? The space around a magnet where a magnetic force experienced is called a magnetic field. ഒരു മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത് മാഗ്നറ്റിന് ചുറ്റും എന്ന് മാത്രം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തറിയാം, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും ഇതേപോലെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്പേസ് ഉണ്ട്. അതും തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡാണ്. ദ റീജിയൻ ഓഫ് സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് ഓർ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വേർ എ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നോക്കിയില്ലേ? ശരി. ദ സ്പേസ് ഓർ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് ഓർ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വേർ എ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. ശരി. അപ്പോൾ നമ്മൾ പഠിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന ക്വാണ്ടിറ്റി, ഇതിന് ഡയറക്ഷനുണ്ട്, കൂടാതെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അപ്പം ഇതെന്ത് ക്വാണ്ടിറ്റി ആയിരിക്കും? നമ്മൾ പഠിച്ചിട്ടില്ലേ, നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ രണ്ടാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ടാ? വെക്ടേഴ്സ് ആൻഡ് സ്കെയിലേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ സ്കെയിലർ എന്താ? എ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. നിങ്ങൾ പഠിച്ച എക്സാമ്പിളൊക്കെ അല്ലേ? ഡിസ്റ്റൻസ് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഇനി അടുത്ത കാറ്റഗറി ഏതാ? വെക്ടർ. വെക്ടർ എന്താ? വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചതല്ലേ? സേ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പം ഞാൻ ഈ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡിന് എന്താ? അതിന് ഡയറക്ഷനും ഉണ്ട്, കൂടാതെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് a vector quantity. ഇങ്ങനെ പറയാൻ കാരണം എന്താ? മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. മറന്നു പോവോ? ഓർത്തിരിക്കത്തില്ലേ? നമ്മളിപ്പോൾ പഠിച്ചു എന്താ? മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് പഠിച്ചു അല്ലേ? ദ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വേറെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ഇസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി ഓർത്തിരിക്കണം, എന്ത് ക്വാണ്ടിറ്റിയാ? ഇറ്റ് ഇസ് എ നമ്മൾ മറന്നു പോകരുത്, ഇറ്റ്സ് എ വെക്ടർ ക്വാണ്ടിറ്റി. റീസൺ എന്താ? ബിക്കോസ് ഇറ്റ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. അപ്പം നമുക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ കുറിച്ചൊക്കെ പഠിക്കണം. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നൊക്കെ നോക്കണ്ടേ? നമുക്കത് ഡിസ്കസ് ചെയ്യാവേ. അപ്പോൾ നിങ്ങളിപ്പം ജസ്റ്റ് ഓർത്തിരിക്കണം, മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറാണ്. റീസൺ എന്താ? ഒന്നുകൂടി പറഞ്ഞേ. അതിന് ഡയറക്ഷനും ഉണ്ട്, കൂടാതെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്. അതുകൊണ്ട് ഇത് വെക്ടറാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. വെക്ടറും സ്കെയിലർ എന്ന കാറ്റഗറൈസേഷൻ ഒക്കെ പഠിച്ചതാണ്. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറാണ്, മറന്നു പോകരുത് കേട്ടോ. ശരി, എന്നാൽ നമുക്കിനി
ഇതിൻ്റെ മുമ്പോട്ട് മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ നോക്കാവേ. നോക്കി, ഞാൻ 2 ഇമേജ് എടുത്തിട്ടുണ്ട്. ഇത് നോക്കി, ഇതൊരു ഇമേജ്, വേറൊരു ഇമേജ് ഉണ്ടോ? ഒരു മാഗ്നറ്റ് ഉണ്ട് ഇവിടെ അല്ലേ, ഒരു ബാർ മാഗ്നറ്റാണത്. അപ്പോൾ ഈ ഒരു പേപ്പർ, ഒരു കാർഡ്ബോർഡ് പേപ്പറിലേക്ക് ഞാൻ കുറച്ച് അയൺ ഫില്ലിങ്സ്, നമ്മുടെ ഇരുമ്പിൻ്റെ പൊടികൾ, തരികൾ എടുത്തിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഷീറ്റ് പേപ്പർ അല്ലെങ്കിൽ കാർഡ്ബോർഡ്. എന്നിട്ട് ഞാൻ ഈ പേപ്പറിൻ്റെ അടിയിൽ ഒരു മാഗ്നറ്റ് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഞാൻ ഈ പേപ്പറിൻ്റെ ഈ കാർഡ്ബോർഡിൽ ഒന്ന് പതുക്കെ ടാപ്പ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് ഈ മാഗ്നറ്റ്, ഈ അയൺ ഫില്ലിങ്സ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യും. എന്നിട്ട് അവരൊരു പ്രത്യേക രീതിയിലേക്ക് ഉണ്ടോ, നിങ്ങൾ നോക്കി ഷേപ്പ് ഒന്ന് നോക്കി ഉണ്ടോ, ചെറിയ ഓരോ തരിയുടെ ഓരോ ലൈനിൽ കൂടി ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ അത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വേറെ ഇമേജ് എടുത്തിട്ടേക്കുന്നത് നോക്കിയാൽ നിങ്ങൾ, ഇവിടെ അത് തന്നെയാണ് കണ്ടോ, ഈ ഓരോ തരികളായിട്ട് ഇങ്ങനെ വന്നു. നമുക്കൊരു പ്രത്യേക പാറ്റേൺ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ട് അല്ലേ? തീർച്ചയായിട്ടും നോക്കിയേ, ഇവിടെയാണ് നമ്മുടെ, ഇപ്പം ഞാൻ വെച്ച ഫിഗറിൽ നമ്മൾ മാഗ്നറ്റ് ഇരിക്കുന്നത് എവിടെയാണേ? ഇപ്പോൾ ഞാൻ ഈ ഫിഗറിൽ ഇപ്പോൾ ഇത് ഈ മാഗ്നറ്റ് ഈ പേപ്പറിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ആക്ച്വലി എന്താ, ഈ ഷീറ്റ് ഓഫ് പേപ്പറിൻ്റെ അടിയാണ് ഞാൻ ബാർ മാഗ്നറ്റ് വെച്ചിരിക്കുന്നത്. അതിന് മുകളിലാണ് ഞാൻ ഈ അയൺ ഫില്ലിങ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ആ ഷീറ്റ് പേപ്പറിലേക്ക് കാർഡ്ബോർഡ് ഞാൻ പതുക്കെ ടാപ്പ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇത് ഈ ഒരു ഷേപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഫിഗറിൽ മാഗ്നറ്റിൻ്റെ മുകളിൽ ഇരിപ്പുണ്ടേ. ശരി, നിങ്ങൾ ചെയ്യേണ്ട അങ്ങനെയല്ല. ശരി, അപ്പോൾ നോക്കിയേ, ഈ അയൺ തരികളെല്ലാം, ഈ അയൺ ഫില്ലിങ്സ് എല്ലാം ഈ ഒരു പാറ്റേണിലേക്ക് മാറ്റപ്പെടാൻ റീസൺ തീർച്ചയായിട്ടും ഇപ്പം ഇവിടെയൊക്കെ ഇരിക്കുന്ന ഓരോ ഇരുമ്പിൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾക്കും ചെറിയ ചെറിയ പീസുകൾക്കും ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടാകാൻ കാരണം തീർച്ചയായിട്ടും നമ്മുടെ ഈ മാഗ്നറ്റ് അല്ലേ, ഇവിടെ വച്ചിരിക്കുന്ന ഈ മാഗ്നറ്റ് ഇവിടെയൊക്കെയുള്ള മെറ്റീരിയൽസിന്, അതായത് മാഗ്നറ്റിക് മെറ്റീരിയൽസാണ്, അതിന് മാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ടാണ്. ഈ മാഗ്നറ്റിക് ഫോഴ്സ് കൊടുക്കുന്ന സ്പേസ് നമ്മൾ എന്താ വിളിക്കാൻ പോകുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ, നമ്മളതിനെ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അയൺ തരികൾ ഇങ്ങനെ മാറ്റി മാറി ഇങ്ങനെ നിൽക്കാൻ കാരണം തീർച്ചയായിട്ടും ഈ എടുത്ത ബാർ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പം ഇതൊരു പ്രത്യേക പാറ്റേണിലാണ് നിൽക്കുന്നത് അല്ലേ. നമുക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ഓരോരോ ലൈൻസ് ഇവിടെ നമുക്ക് വരയ്ക്കാനൊക്കെ പറ്റും. നമുക്ക് ആ ലൈൻസൊക്കെ എന്താണെന്ന് പഠിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ, അല്ലെങ്കിൽ എന്ത് മാഗ്നറ്റ് ആണെങ്കിലും എടുത്താലും ചുറ്റും എന്നുണ്ടായിരിക്കും ഇതുപോലെ ഒരു ഇതിൻ്റെ ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതിൻ്റെ ലൈൻസ് പാസ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ നമ്മൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്കിനിയും വേണ്ടത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പഠിക്കണം. ഞാൻ ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൽ ഈ അയൺ തരികൾ അലൈൻ ചെയ്തിരിക്കുന്ന ഓരോ ലൈൻസ് ഉണ്ട് അല്ലേ. ആ ലൈൻസിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നമ്മൾ എന്ത് വിളിക്കും അതിനെ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കും. എന്താ, ഞാനീ പറഞ്ഞതിനകത്ത് ഈ ഓരോ അയൺ തരികളും അലൈൻഡ് ആയിട്ടിരിക്കുന്ന ഈ ലൈൻസ് നമ്മളതിനെ എന്ത് വിളിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കും. ദ ലൈൻസ് അലോങ് വിച്ച് ദ അയൺ ഫില്ലിങ്സ് അലൈൻഡ് ദംസെൽവ്സ് റെപ്രസെൻറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. The lines along which iron fillings aligned themselves represents magnetic field lines. എന്ത് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. നമ്മളിതിനെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. നമ്മളതിനെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അതിന് ഒരു പിക്ചറാണ് നമ്മളിപ്പോൾ ഇവിടെ ഒബ്സർവ് ചെയ്തേക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ മാഗ്നറ്റിക് ലൈൻസ്? എന്താ ഒന്ന് പറഞ്ഞേ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇമാജിനറി ലൈൻസ് അലോങ് വിച്ച് നോർത്ത് മാഗ്നറ്റിക് പോൾ വുഡ് മൂവ്. നമുക്ക് നോക്കാവേ. ഞാനൊരു ബാർ മാഗ്നറ്റ് എടുക്കാൻ പോവാണ്. ഞാനൊരു ബാർ മാഗ്നറ്റ് ഇങ്ങനെ എടുക്കാൻ പോകണമെന്ന് വിചാരിച്ചു. ഒരെണ്ട് ഇവിടെ
നോർത്താണെന്ന് വിചാരിച്ചോളൂ. ഈ എൻ്റെ നോർത്ത്, ഈ എൻ്റെ ഇവിടെ സൗത്ത്. ആക്ച്വലി ഒരു ബാർ മാഗ്നറ്റിൻ്റെ പോൾസ് ഇരിക്കുന്നത് അതിൻ്റെ ഏറ്റവും എൻഡിലല്ല, എൻഡിനോട് ചേർന്ന 2 പോയിൻറ്റ്സിലാണ്. അതാണ് ഞാൻ എൻഡ് വരയ്ക്കാതെ കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് മാറ്റി വരയ്ക്കുന്നത്. ഒരിക്കലും ബാർ മാഗ്നറ്റിൻ്റെ പോൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയല്ല, എൻ്റെ എൻഡിലല്ല, എൻഡിനോട് അടുത്തായിരിക്കും. അത് ഞാൻ ഇങ്ങനെ മാറ്റി വരച്ചേക്കാം. ഞാനത് ഇവിടെ നോർത്ത് പോളെന്നും ഇവിടെ സൗത്ത് പോളെന്നും മാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, ഞാൻ ഈ ബാർ മാഗ്നറ്റ് ഒരുണ്ട് നോർത്തും ഒരുണ്ട് സൗത്തും എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ വരയ്ക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ എടുക്കണം. നമ്മൾ പഠിച്ചല്ലോ അല്ലേ, എന്താ കോമ്പാസ് നീഡിൽ, എന്താ മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ ഒരു ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത ബാർ മാഗ്നറ്റ് പോലെ ഒരു നീഡിലാണ്. അത് എപ്പോഴും എന്ത് കാണിക്കും, അവിടെ അത് എപ്പോഴും അലൈൻ ചെയ്തിരിക്കുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പോൾ ഞാൻ ഒരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിലിനെ ഒരു ബാർ മാഗ്നറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ ഈ ബാർ മാഗ്നറ്റിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്ക് എർത്തിൻ്റെ ഫീൽഡിനേക്കാളും ശക്തി ഈ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡിനായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ എന്ത് ചെയ്യും, ഈ ബാർ മാഗ്നറ്റിൻ്റെ ഫീൽഡിനനുസരിച്ച് അലൈൻഡ് ആയിട്ടിരിക്കും. അപ്പം ഞാനൊരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിലിനെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുക. ദേ ഈ വെച്ച മാഗ്നറ്റിൻ്റെ നോർത്ത് പോളിലേക്ക് ഞാനൊരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ കൊണ്ടുവരാൻ പോവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുക നോക്കിയേ, ഞാനിങ്ങനെ കൊണ്ടുവരികയാണ്, ഈ മാഗ്നറ്റിക് കോമ്പാസ് നീഡിലിനെ കൊണ്ടുവരികയാണ്. ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഞാനൊരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിലിനെ വരയ്ക്കുന്ന നോക്കിയാൽ നിങ്ങൾ ഇതാ ഇവിടെ കൊണ്ടുവയ്ക്കാൻ വിചാരിക്കുക. ഒരു മാഗ്നറ്റിക് കോമ്പാസ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു നീഡിലുണ്ടല്ലോ അല്ലേ, നമ്മളിപ്പോൾ പറഞ്ഞ നീഡിലുണ്ട്. ഈ നീഡിൽ എന്ത് ചെയ്യുന്നറിയോ, ഇവൻ എന്ത് ഇങ്ങനെ നിൽക്കും. ഞാനിവിടെ ആരോ ഇട്ടേക്കുന്നത് ഈ നീഡിൽ നോർത്താണ്. അപ്പം ഈ നീഡിലിൻ്റെ സൗത്ത് എൻഡ് ഇവിടേക്കും വരും, നോർത്ത് എൻഡ് ഇവിടേക്കും വരും. ഇവിടെ എന്താ നീഡിലിൻ്റെ സൗത്താണ്, ഇവിടെ നീഡിലിൻ്റെ നോർത്താണ്. അപ്പോൾ ഞാനൊരു എൻ്റെ പേന ഉപയോഗിച്ച് ഇവിടെ ഒരു ഡോട്ട് ഇട്ടു. വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, ഇതേപോലെ ഈ നീഡിലെ കോമ്പാസ് എടുത്തത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇതിനുള്ളിലുള്ള മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ എന്ത് ചെയ്യും, ഇതൊന്ന് വീണ്ടും ഇങ്ങനെ മാറി നിൽക്കും. ഞാൻ വീണ്ടും എന്ത് ചെയ്യുക, ഈ പ്രോസസ്സ് തുടരുകയാണ്. ഞാൻ ഇതിനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നോക്കിയേ, ഇത് പതുക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇതിങ്ങനെ, അപ്പം ഈ ആരോ മാർക്കുള്ള എന്താ നോർത്ത് പോളാണ്, എൻ്റെ മാഗ്നറ്റിക് കോമ്പാസ് നീഡിലിൻ്റെ നോർത്ത് പോളാണ്. ഇതിങ്ങനെ മാറും അല്ലേ. ഞാൻ ഇനി കൊണ്ടുവരികയാണെങ്കിൽ നോക്കിയേ, ഒരുമിച്ച് വരയ്ക്കുകയാണേ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഇതിനുള്ളിലേക്ക് അല്ലേ, ഇതിങ്ങനെ ഇങ്ങോട്ട് മാറ്റപ്പെടും, ഇങ്ങോട്ടായിരിക്കും. ഞാൻ ഓരോ തവണ എടുക്കുമ്പോൾ ഡോട്ട് ഇടണം, ആ ഡോട്ടിലേക്ക് വീണ്ടും കൊണ്ട് വയ്ക്കണം. അങ്ങനെ ചെയ്യുകയാണേ. നോക്കി അവസാനം അത് അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഒരു ആരോ എനിക്ക് വരയ്ക്കാൻ പറ്റും. പിന്നെയോ വീണ്ടും ഞാൻ വരയ്ക്കുകയാണെങ്കിൽ നോക്കി, ഇത് ഇങ്ങോട്ട് വരും. അതായത് എൻ്റെ മാഗ്നറ്റിക് കോമ്പാസ് നീഡിലെ നോർത്ത് പോൾ ഇങ്ങനെ മൂവ് ചെയ്ത ഒരു ലൈൻ ആയപ്പോൾ എനിക്ക് ഇങ്ങനെ ഡോട്ട് ഇട്ട് ഇങ്ങനെ അല്ലേ ഓരോ തവണ ഈ ഡോട്ട് ചെയ്യാൻ, എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, ഈ ഡോട്ടെല്ലാം കൂടി യോജിപ്പിക്കുക. ഞാൻ വീണ്ടും ഇങ്ങനെ എനിക്ക് വേണേൽ വരയ്ക്കാം. അങ്ങനെ വരച്ചാൽ എന്ത് വരും നോക്കി, ഇതൊരു ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വരും. ഇതെന്താ എവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വന്നു. നീ വേണേൽ വീണ്ടും ഇങ്ങനെ വരും. ഇതെവിടെ എനിക്ക് വീണ്ടും വരയ്ക്കാതെ ഈ ഒരു പാത്തിൽ കൂടെയാണ് ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ വരയ്ക്കുമ്പോൾ കിട്ടുന്ന ഈ ലൈൻസ് എന്തായിരിക്കും, ഈ ലൈൻസ് ആണെന്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. സോ അതോട് പറഞ്ഞു നോക്കിയേ, ഇമാജിനറി ലൈൻസ് എലോങ് വിച്ച് എ നോർത്ത് മാഗ്നറ്റിക് പോൾ വുഡ് മൂവ്. ഞാൻ ഒരു നോർത്ത് മാഗ്നറ്റിക് പോളിനെ നമ്മുടെ മാഗ്നറ്റിക് കോമ്പാസ് നീഡിലിൻ്റെ നോർത്ത് പോൾ ഇങ്ങനെ മൂവ് ചെയ്ത ആ പാത്താണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. കണ്ടോ, ഞാൻ ആദ്യം വച്ചേക്ക് നിങ്ങൾ നോക്കിയേ, ഇത് ഇവിടെ കൊണ്ട് വെച്ചപ്പോൾ നിങ്ങൾ നോക്കിയേ, എൻ്റെ കോമ്പാസ് നീഡിലിൻ്റെ സൗത്ത് പോളാണ് ഇവിടെ നിന്നേ, നോർത്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ആ നോർത്ത് എന്ത് ചെയ്തു, ഈ നോർത്ത് പോൾ ഇങ്ങനെ മൂവ് ചെയ്ത് എങ്ങോട്ടാണ് എത്തുന്നത്, അത് സൗത്ത് പോളിലേക്ക് എത്തുന്നത്. നമുക്കറിയാം നോർത്ത് പോൾ എപ്പോഴും സൗത്ത് പോളിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടും. ഓരോരോ പോയിന്റ് വരയ്ക്കും. ഈ വരച്ചതിനെ ഞാൻ എന്ത് വിളിക്കുന്നത്, മാഗ്നറ്റിക് ലൈൻസ് ഓർ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്, ഇമാജിനറി ലൈൻസ് along which north magnetic pole would move.
അപ്പോൾ ഞാനതിൻ്റെ കണ്ടോ, ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പോൾ ഞാൻ പറയും ഇതിൻ്റെ ഞാൻ ഈ സൈഡിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും അല്ലേ. എനിക്ക് ഇതേ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ 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 കിട്ടും. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് അല്ലേ, ഇവിടുന്ന് വരച്ച് എനിക്കിത് ഈ ഷേപ്പ് കിട്ടും അല്ലേ അല്ലേ, ഇങ്ങോട്ട് ഷേപ്പ് കിട്ടി. നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾ നോക്കി കണ്ടോ നമ്മുടെ ഈ ബാർ മാഗ്നറ്റിന് ചുറ്റും ഒരു മാഗ്നറ്റിക് കോമ്പാസ് വെച്ചു. അതിങ്ങനെ മൂവ് ചെയ്തപ്പോൾ ആ ഡയറക്ഷൻ അല്ലേ, അതെങ്ങനെ വരുന്നത് നോക്കി നിങ്ങൾ. അത് ഇവിടുന്ന് ഇങ്ങോട്ട് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഈ പോൾസ് ഇവിടുന്ന് ഇങ്ങനെ. അപ്പം ഈ ഓരോ ലൈനുകളിൽ കൂടിയാണ് നമ്മുടെ ഈ അയൺ ഫില്ലിങ്സ് ഇവിടെ ഇങ്ങനെ അലൈൻ ചെയ്തിരിക്കുന്നത്. മാഗ്നറ്റിക് ലൈൻസ് ഫോഴ്സിൽ കൂടി അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസിൽ കൂടിയാണ്. അതാണ് നമുക്ക് ഈ ഒരു ഷേപ്പ്. നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കി, ഈ ഷേപ്പ് കണ്ടോ, ഓരോ ലൈൻസ് പോലെയാണ് ഉണ്ടോ. ഇവിടെ നിന്നൊക്കെ ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട്, അതിങ്ങനെ പോയി ഇങ്ങോട്ട് വരും, ഇങ്ങനെ ഇവിടേക്ക് എത്തിപ്പെടും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിത് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും നോക്കി, കണ്ടോ. ഞാൻ ഓരോരോ സ്പോട്ടിട്ട് വരച്ചേക്കുന്നത് കണ്ടോ. നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളാണ്. ഒരു ബാർ മാഗ്നറ്റ് എടുത്തിട്ടുണ്ട്, ഒരു കോമ്പാസ് നീഡിൽ വെച്ചു. ഞാൻ അതിൻ്റെ ഈ ഒരു കോമ്പാസ് നീഡിൽ എടുത്താൽ ആരോ പാർട്ട് നോർത്തായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഡോട്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു റെഡിഷ് മാർക്ക് ഉണ്ടായിരിക്കും. അതൊക്കെ നോർത്ത് പോളിനെ കാണിക്കാൻ വേണ്ടിയാണ് കണ്ടോ. ഇതിങ്ങനെ ഓരോ ഇവിടെ കൊണ്ടുവച്ചു, ഒരു ഡോട്ട് ഞാൻ ഇവിടെ ഇട്ടു, അത് ഇവിടെ കൊണ്ടുവച്ച് ഡോട്ട് ഇട്ടു. അങ്ങനെ പോയപ്പോഴാണ് എനിക്ക് അവസാനം ഈ ഒരു പാത്ത് കിട്ടിയത് കണ്ടോ. അതായി വരച്ചേക്കുന്നത്. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് ഈ ലൈൻസ് കണ്ടോ. ഇവിടെ നിന്നൊക്കെ ഈ ലൈൻ വരുന്നുണ്ട് നോക്കി. അതിങ്ങനെ പോവാം, അതിങ്ങനെ പോയിട്ട് അങ്ങനെ അവിടേക്ക് എത്തും, സൗത്തിലേക്ക് എത്തും. ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്. മാഗ്നറ്റിക് ലൈൻസാണ് ഈ വരച്ചേക്കുന്നത്. ഇത് എനിക്ക് ഒരുപാടെണ്ണം വരയ്ക്കാം. നമുക്ക് എത്ര എണ്ണം വരയ്ക്കാം അത്രയും എണ്ണം വരയ്ക്കാം. എത്ര എണ്ണം വേണമെങ്കിലും ഇവിടെ വരയ്ക്കാൻ പറ്റും, ഒരുപാട് എണ്ണം വരയ്ക്കാൻ പറ്റും മാഗ്നറ്റിക് ലൈൻസ്. അപ്പോൾ നമുക്കിനി മാഗ്നറ്റിക് ലൈൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വെറുതെ പഠിച്ചു നോക്കാം. എന്ന് പറയുമ്പം ഈ മാഗ്നറ്റിക് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഇതെന്താണ് എന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വെറുതെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാവേ. ശരി, സോ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. എന്താ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? ഫസ്റ്റ് നോക്കി നിങ്ങൾ, ദീസ് ആർ കർവ്ഡ് ലൈൻസ് വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റ് ആൻഡ് മൂവ് ടുവേർഡ്സ് സൗത്ത് പോൾ അല്ലേ. നമ്മളിപ്പോൾ നോക്കിയതല്ലേ ഉള്ളൂ, നോക്കിയേ അല്ലേ. ഇത് നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിലേക്ക് എത്തുന്നു. നോർത്ത് പോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിലേക്ക് ഈ ലൈൻ വരച്ചാൽ എനിക്കിങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ വരച്ചാൽ ഉണ്ടോ, ഇങ്ങനെ ഇവിടുന്ന് പോയിട്ട് ഇവിടുന്ന് ഇവിടേക്ക് എത്തുന്നു. നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്ക് എത്തിപ്പെടുന്നു ഉണ്ടോ, കാർബൺ ലൈൻസ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണിത്. ഇനി നോക്കി അടുത്ത് നോക്കിയത് എങ്ങനെയാണെങ്കിൽ, ഇൻസൈഡ് ദി മാഗ്നറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഈസ് ഫ്രം സൗത്ത് പോൾ ടു ദ നോർത്ത് പോൾ. അപ്പോൾ ഈ നമ്മൾ ഈ എടുത്ത മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്തില്ല, നമ്മൾ കൺവെൻഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലേ, ഇവിടുന്ന് എമേർജ് ചെയ്തിട്ട് ഇവിടെ മേർജ് ചെയ്യുന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആണ്, ക്ലോസ്ഡ് ആകുന്നുണ്ടോ. ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോരും, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് പുറത്താണെങ്കിൽ ലൈൻസ് ഓഫ് ഫോഴ്സ് മൂവ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ബട്ട് ഇൻസൈഡ് ഇറ്റ് മേ മൂവ് ഫ്രം ഇവിടുന്ന് എങ്ങോട്ടാ, സൗത്ത് ടു നോർത്ത്. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് മേ മൂവ് ഫ്രം നോർത്ത് അല്ലേ. മാഗ്നറ്റ് പുറത്താണെങ്കിൽ അത് ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യും അല്ലേ. മാഗ്നറ്റിന് അകത്താണെങ്കിലോ അത് സൗത്തിൽ നിന്നും നോർത്തിലേക്കും മൂവ് ചെയ്യും. അപ്പോൾ നമ്മളത് ഓർത്തിരിക്കണം. എന്താ, ഒരു ബാർ മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് നമ്മൾ പഠിച്ചു. ഇപ്പം നോർത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്തിലേക്ക് വരുന്നു, അത് ഔട്ട്സൈഡ് ദി മാഗ്നറ്റ്. ഇൻസൈഡ് ആണെങ്കിൽ അത് സൗത്തിൽ നിന്നും നോർത്തിലേക്ക്. അപ്പം നമുക്ക് എന്ത് പറയാം, ഇതൊരു ക്ലോസ്ഡ് കർവാണ്. ഇമാജിനറി ക്ലോസ്ഡ് കർവ്, അത് ക്ലോസ്ഡ് ആയിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പം പ്രോപ്പർട്ടി വെക്കാം കണ്ടോ. ഇൻസൈഡ് ദ മാഗ്നറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഈസ് ഫ്രം സൗത്ത് പോൾ ടു ദ നോർത്ത് പോൾ. സൗത്ത് ഔട്ട്സൈഡ് ആണെങ്കിലോ ഇറ്റ് മേ മൂവ് ഫ്രം നോർത്ത് ടു സൗത്ത്, നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഇൻസൈഡ് ആണെങ്കിൽ ഇത് എവിടുന്ന് അങ്ങോട്ടാ, സൗത്ത് ടു നോർത്ത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണേ, നോക്കി ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. എന്താ, ഇൻസൈഡ് ദ മാഗ്നറ്റ്, ഇൻസൈഡ് ആണെങ്കിൽ എന്താ, ഫ്രം സൗത്ത് പോൾ ടു
നോർത്ത് പോൾ. ഇൻസൈഡ് ഇനിയും ഔട്ട്സൈഡ് ആണെങ്കിൽ എവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ തൊട്ട് നോർത്ത് പോളിൽ നിന്നും ടുവാർഡ്സ് സൗത്ത് പോളിലേക്ക്. അപ്പോൾ നമ്മൾ ആ കാര്യം ഓർത്തിരിക്കണം. ഔട്ട്സൈഡ് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? നോർത്ത് ടു സൗത്ത് ആണ്. ഇനി അടുത്തത് ഇൻസൈഡ് ദ മാഗ്നറ്റിക് ലൈൻസ് ഫോഴ്സ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? അത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? സൗത്തിൽ നിന്നും നോർത്തിലേക്ക്. ഓർത്തിരിക്കണം. അപ്പോൾ ഉണ്ടോ, ദേ വിൽ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇത് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. കണ്ടോ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ്ഡ് കർവ്. ക്ലോസ്ഡ് കർവാണ്. ഇനി നോക്കിയേ, നമ്മുടെ ഈ കേസിൽ നിങ്ങൾ ഇവിടെ നോക്കിയേ, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഞാൻ കുറേ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഭാഗത്ത് എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ഭാഗത്തൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ ഇത്രയും പാട്ട് വിചാരിച്ചു. ഇവിടെ എടുക്കുക അത്ര ഏരിയ. എവിടെയാണ് കൂടുതൽ ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നത്? ഇവിടെയല്ലേ? ഇവിടെ ഈ ലൈൻസ് അടുത്തടുത്തല്ലേ? ഉണ്ടോ, ഇവിടെ ഇത്രയും ഗ്യാപ്പുണ്ട് അല്ലേ? അപ്പോൾ ഇത് ഞാനൊരു ബാർമായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നോക്കിയേ, ഒരു മാഗ്നറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് നോർത്ത് സൗത്ത് പോളൊക്കെയാണ്. അപ്പോൾ ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ച് ഇതിങ്ങനെ ഇങ്ങോട്ട് വരുന്ന ലൈൻസ് അല്ലേ? ഇങ്ങനെ എടുക്കുമ്പോഴേ നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ ലൈൻസ് ഓഫ് ഫോഴ്സ് വളരെ അടുത്തടുത്തുണ്ടായിരിക്കും അല്ലേ? വളരെ ക്ലോസ് ആയിട്ട് എനിക്കിവിടെ കിട്ടും ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇവിടെ ആണെങ്കിലോ അത്രയും വരുമോ? ഇല്ല. ഇനി നിങ്ങളിത് ഈ ഫിഗർ നോക്കിയേ, നിങ്ങൾ കണ്ടോ ഈ ഫിഗർ നോക്കിയേ, ഈ നമ്മുടെ അയൺ തരികൾ കൂടുതലുള്ള ഈ ഒരു ഭാഗത്തല്ലേ? ഇവിടെയല്ലേ? ഇവിടെ എത്ര ഉണ്ടോ? ഇവിടെ എത്ര ഇവിടെ ഉണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ലൈൻസ് വളരെ അടുത്തടുത്താണ്. വിച്ച് മീൻസ് നമുക്ക് പറയാം, അതുകൊണ്ട് ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ഫീൽഡ് ലൈൻസ് ഷോസ് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്താണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഞാൻ പറഞ്ഞു, ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ അതിൻ്റെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എൻഡിനോട് ചേർന്നാണ്. അതാണ് അവിടെ ആ കൂടുതൽ അയൺ തരികൾ അവിടെ ആ എൻഡിൽ കൂടുതൽ നിൽക്കുന്നത്. അവിടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ശക്തി കൂടുതൽ. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഇൻ സ്ട്രോങ്ങർ ഫീൽഡ് ലൈൻസ് ആർ ക്രൗഡഡ്. എന്താ? ഇൻ സ്ട്രോങ്ങർ ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ക്രൗഡഡ്. അതാണ് ഈ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ഫീൽഡ് ലൈൻസ് ഷോസ് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കാണിക്കുന്നത് ഈ ലൈൻസിൻ്റെ ക്ലോസ്നെസ് ആണ്. ഇഫ് ലൈൻസ് ആർ ക്ലോസ്ലി സ്പേസ്ഡ് ദെൻ നമുക്ക് എന്ത് പറയാം? വെർ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് മോർ, സ്ട്രെങ്ത് ഇസ് ഗ്രേറ്റർ കമ്പയർഡ് ടു എന്താ, നമ്മൾ ലൈൻസ് അകന്നാണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ശക്തി കുറവാണ്. ഇപ്പം മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കാണിക്കുന്നത് ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ക്ലോസ്നെസ് ആണ്. ഇത് അടുത്തടുത്താണെങ്കിൽ മോർ പവർഫുള്ളായ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. നമ്മളത് ഓർത്തിരിക്കണം. അടുത്ത് നോക്കിയേ, ദേ വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ദേ വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. നോക്കിയേ, നമ്മളിവിടെ കുറേ മാഗ്നറ്റിക് ലൈൻസൊക്കെ വരച്ചു അല്ലേ? ദേ നമ്മളിവിടെ കുറേ മാഗ്നറ്റിക് ലൈൻസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ മാഗ്നറ്റിക് ലൈൻസ്, രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും പരസ്പരം ക്രോസ് ചെയ്യത്തില്ല. ദേ വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. ഇത് നോക്കിയേ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റ്, നിങ്ങൾക്കറിയാമല്ലേ ടാൻജൻ്റൊക്കെ നിങ്ങൾക്കറിയാം. ടാൻജൻറ്റ് വിൽ ഗീവ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. എന്താ? ഒന്നുകൂടി പറഞ്ഞേ. ദി ടാൻജൻറ്റ് ഡ്രോൺ അറ്റ്
a point on magnetic field line will give the direction of magnetic field at that point. ഓക്കെ, ഞാൻ എന്താ ഇവിടെ ഒരു പോയിന്റ് എടുക്കാം. അതേ ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇവിടെ ഈ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണണം. ഞാൻ എന്ത് ചെയ്താൽ മതി, ഈ പോയിന്റിലേക്ക് ഒരു ടാൻജൻറ്റ് വരച്ചാൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ട് വരും കേട്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന ടാൻജൻറ്റ്. അപ്പോൾ എനിക്ക് പറയുന്നത് ഇവിടുത്തെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാണെന്ന് പറയാം. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ വരയ്ക്കുന്ന ടാൻജൻറ്റ് വിൽ ഷോസ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. നിങ്ങൾ ആ പോയിന്റ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ഇനി അപ്പം ഞാൻ പറഞ്ഞു ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ക്രോസ് ഈച്ച് അതർ എന്ന്. അപ്പോൾ എന്താ, ഇത് ക്രോസ് ചെയ്താൽ ഇറ്റ് വുഡ് മീൻ ദാറ്റ് നമുക്ക് ആ ക്രോസിങ് പോയിന്റിൽ രണ്ട് ടാൻജൻറ്റ് കാണിക്കും. രണ്ട് ടാൻജൻറ്റ് വരയ്ക്കും അല്ലേ, രണ്ട് ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്യാം. ഒരു ലൈൻ ഇങ്ങനെയുണ്ട്, ഒരു ലൈൻ ഇങ്ങനെയുണ്ട്. ഇതാ ക്രോസിംഗ് പോയിന്റ്. ഇവിടുത്തെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ എന്ത് വരും നോക്കിയേ, ഒരു ടാൻജൻറ്റ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചു, ഒരു അതിൻ്റെ അവിടുത്തെ ഇവിടുന്ന് ഇങ്ങോട്ടും വരച്ചു അല്ലേ, ഇതിന് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടും അല്ലേ. ഒരേ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിന് എപ്പോഴും ഒരു ഡയറക്ഷനെ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പം ഒരു രണ്ട് ലൈൻസ് ഓഫ് ഫോഴ്സ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്രോസ് ചെയ്താൽ നമ്മൾ എന്ത് പറയേണ്ടതായിട്ട് വരും, ഈ ക്രോസിംഗ് പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഈസ് ഇമ്പോസിബിൾ പ്രാക്ടിക്കലി. ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ ദേ വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. ടു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും പരസ്പരം ക്രോസ് ചെയ്യത്തില്ല. കിട്ടിയോ? അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു, അത് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, അത് ഓർത്തിരിക്കണം. യെസ്, ഇഫ് they cross each other, it would mean that if they cross each other, it would mean that at the point of intersection the magnetic compass needle would point towards two directions. Which is not possible. Which is not possible. ഉണ്ടോ? ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രോസിംഗ് പോയിന്റിൽ രണ്ട് ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ ക്രോസിംഗ് പോയിന്റിൽ രണ്ട് ഡയറക്ഷൻ, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ പരസ്പരം ക്രോസ് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചു അല്ലേ. ഇഫ് ദ ക്രോസ്, ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ഇഫ് ദ ക്രോസ് ഈച്ച് അതർ ഇറ്റ് വുഡ് മീൻ ദാറ്റ് അറ്റ് ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ദി മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ വുഡ് പോയിന്റ് ടുവാർഡ്സ് ടു ഡയറക്ഷൻസ് വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് ദേ വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. അപ്പം ഓർത്തിരിക്കണം, നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. ശരി, അപ്പം ഒന്നുകൂടി നമുക്ക് നോക്കാവേ. നമ്മളിതിൻ്റെ പ്രോപ്പർട്ടീസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അതിനകത്ത് പറയുന്നു നോക്കി, ഓക്കെ, ദീസ് ആർ കർവ്ഡ് ലൈൻസ് വിച്ച് സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റ് ആൻഡ് മൂവ് ടുവേർഡ്സ് സൗത്ത് പോൾ. ഇനി നമ്മൾ പഠിച്ചു അല്ലേ, പോസിറ്റീവ് നോർത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്തിലേക്ക് വരുന്നു അല്ലേ, ഔട്ട് സൈഡ് ആണെങ്കിൽ. ഇൻസൈഡ് ആണെങ്കിലോ ഓക്കെ, ഇൻസൈഡ് ദ മാഗ്നറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഈസ് ഫ്രം സൗത്ത് പോൾ ടു ദ നോർത്ത് പോൾ. ഓർത്തിരിക്കണേ, ഔട്ട് സൈഡ് അത് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഇൻസൈഡ് ആണെങ്കിൽ അത് സൗത്തിൽ നിന്നും നോർത്തിലേക്ക്. They will form closed loop and magnetic field lines are
ക്ലോസ്ഡ് കർവ്സ്, അത് ക്ലോസ്ഡ് കർവ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു എന്താ, ദ ഡിഗ്രി ഓഫ് ക്ലോസ്നെസ് ഓഫ് ഫീൽഡ് ലൈൻസ് ഷോസ് റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നത് എന്താ, ഡിഗ്രി ഓഫ് ക്ലോസ്നെസ്. വിച്ച് മീൻസ് നമ്മൾ പഠിച്ചു അല്ലേ, ഒരു ആ എൻഡിനോട് അടുത്താണ് നമുക്ക് കൂടുതൽ അയൺ തരികളൊക്കെ വന്ന് കൂടി നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതെന്താ, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം കൂടുതലാണ്, അല്ലെങ്കിൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പം സ്ട്രോങ് ഫീൽഡാണെങ്കിൽ ഈ ലൈൻസ് ആർ ക്രൗഡഡ് ആയിരിക്കും അല്ലേ. ദേ വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. ഇത് ഓർത്തിരിക്കണേ, ഈ പോയിന്റ് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. എന്താ കാര്യം, ക്രോസ് ചെയ്താൽ ക്രോസിംഗ് പോയിന്റ് നമുക്ക് 2 ടാൻജൻറ്റ് വരയ്ക്കാം. വെച്ച് ഈ ടാൻജൻറ്റ് എന്ത് കാണിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻറ്റ് വിൽ ഷോസ് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ നമുക്കിവിടെ 2 ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. വിച്ച് മീൻസ് അവിടെ 2 ഡയറക്ഷൻ ഫോർ ഫീൽഡ്. അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് ദേ വിൽ നെവർ ക്രോസ് ഈച്ച് അതർ. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഒന്ന് ഓർത്ത് നോക്കിയേ, എന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താ, നമ്മളിപ്പോൾ പഠിച്ചോളൂ അല്ലേ. ഒന്ന് ഓർത്ത് നോക്കിയേ വേഗം ഒന്ന്, ഇപ്പോൾ പഠിച്ച് ഒന്ന് ഓർത്ത് നോക്കിയേ. ഇമാജിനറി ലൈൻസ് എലോങ് വിച്ച് നോർത്ത് മാഗ്നറ്റിക് പോൾ വുഡ് മൂവ്. ഒരു നോർത്ത് മാഗ്നറ്റിക് പോൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ആ ലൈനാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞ് പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാവേ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. നമുക്ക് ഓൾറെഡി അറിയാം എന്താ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് എവിടെ ഉണ്ടാകുന്നുണ്ട്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെച്ചാൽ തീർച്ചയായിട്ടും അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്ക് ഓൾറെഡി ഇപ്പം അറിയാവുന്ന കേസ് നമുക്കറിയാം അല്ലേ. ശരി, അപ്പോൾ ഞാൻ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിനടുത്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ഈ ഡിഫ്ലക്ഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അല്ലെങ്കിൽ ആ ഡിഫ്ലക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യാം. സിമ്പിളാണ്, ഒരു റൂളൊക്കെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങളത് ഫോളോ ചെയ്ത് നോക്കിയാൽ ക്ലിയർ ആയിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഞാനൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വയ്ക്കാൻ പോവാണ്. അപ്പം ഞാൻ ആദ്യം എർത്തിൻ്റെ നോർത്ത് സൗത്തൊക്കെ മാർക്ക് ചെയ്യാൻ പോവാണ്. നോക്കിയേ, നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ. ഇത് നമ്മൾ എടുക്കുന്നത് ഇത് നോർത്ത് പോള്, ഇത് സൗത്ത് പോള്, ഇത് നോർത്ത്, ഇത് സൗത്ത്. ഇവിടെ നമ്മൾ ഈസ്റ്റ് എന്ന് മാർക്ക് ചെയ്യാറുണ്ട്, ഇത് വെസ്റ്റ് എന്നൊക്കെ മാർക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഞാനൊരു കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറിനെ വയ്ക്കാൻ പോവുകയാണ്. ഒരു കറണ്ട് ക്യാരി കണ്ടക്ടർ എടുക്കാൻ പോവുകയാണ്. ഈ കണ്ടക്ടറിനെ ഞാൻ ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഇതിൽ കൂടി കറണ്ട് എന്ന് വിചാരിക്കുക, കറണ്ട് ഇങ്ങനെ ബസ് ചെയ്യാണ്. അപ്പം കറണ്ട് എവിടുന്ന് അങ്ങോട്ടാണ്, ഫ്രം സൗത്ത് ടു നോർത്ത്. ഒരു കണ്ടക്ടറുണ്ട്, ആ കണ്ടക്ടറിൽ കറണ്ട് എവിടുന്ന് അങ്ങോട്ടാണ്, സൗത്ത് ടു നോർത്തിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. കറണ്ട് ഇസ് ഫ്രം സൗത്ത് ടു നോർത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൻ്റെ മുകളിൽ ഞാനൊരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ വയ്ക്കുകയാണ്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറുണ്ട്, അതിൽ കറണ്ട് സൗത്ത് ടു നോർത്ത് ഫ്ലോ ചെയ്യുന്നു. ഇതിൻ്റെ കേസിൽ ഞാൻ ഇതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ കെപ്റ്റ് ഓവർ ദി കറണ്ട് ക്യാരിങ് വയറിൻ്റെ മുകളിൽ ഞാൻ വയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ, മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ കെപ്റ്റ് ഓവർ ദ വയർ. ഇങ്ങനെയാണെങ്കിൽ നോർത്ത് ഓഫ് ദി നീഡിൽ, നമ്മുടെ മാഗ്നറ്റിക് കോമ്പാസിന് നോർത്ത് വിൽ ഡിഫ്ലക്റ്റ് ടുവാർഡ്സ് വെസ്റ്റ്.
ഇത് പഠിക്കാൻ വളരെ ഈസിയാണ്. ഞാനൊരു പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് മാറ്റി പറയാൻ പോവാണ്. ഓക്കെ, ഞാൻ ഇതിനെ വിളിക്കാൻ പോകുന്നതാണ് സ്നോ റൂൾ എന്ന് പറയാൻ പോവാണ്. സ്നോ റൂൾ. ഓക്കെ, ഈ ഫസ്റ്റ് പറയുന്നത് സൗത്ത് ടു നോർത്ത്, കറണ്ട് ഫ്ലോസ് ഫ്രം സൗത്ത് ടു നോർത്ത് ഡയറക്ഷൻ ഇൻ എ കറണ്ട് ക്യാരിങ് വയർ. സൗത്ത് ടു നോർത്ത്. ഇനി മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ is kept over a magnetic compass needle kept over the wire, the wire. Then north of the needle will deflect towards west. North of the needle will deflect towards west. ഇതാണ് സ്നോ റൂൾ പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് ചെയ്യാം. ഇഫ് കറണ്ട് ഈസ് ഫ്ലോവിങ്, current is flowing from south to north direction in a conductor, current is flowing from south to north direction in a conductor, and a compass is placed over the wire, then north of the needle will deflect towards west. If current is flowing from south to north direction in a conductor and a compass is placed over the wire, then north of the needle will deflect towards west. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഞാൻ ഈ ലെറ്റേഴ്സ് ഒക്കെ എടുക്കാൻ പോവാണേ. ദേ കറണ്ട് ഫ്ലോയിങ് ഫ്രം സൗത്ത് ടു നോർത്ത് in a conductor and compass is placed over the wire, then north of the needle will deflect towards west. ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത്, സ്നോ റൂൾ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സിമ്പിളല്ലേ? ഒരു കറണ്ട് ക്യാരിങ് വയറുണ്ട്, അത് എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ, സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗത്തൊരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കോമ്പാസിൻ്റെ നോർത്ത് അല്ലെങ്കിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ടുവേർഡ്സ് വെസ്റ്റ്. ഒരു മാഗ്നറ്റിക് കോമ്പാസ് നീഡിലിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ നോർത്ത് എങ്ങോട്ടാണ് പോകുന്നത്, നോർത്ത് പോൾ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു അങ്ങോട്ടായിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. നമുക്കിത് വെച്ചിട്ട് അത് ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ 2-3 കേസ് വേറെ പറയാം. ഞാനിപ്പോൾ എടുത്ത എന്താ, കറണ്ട് ഫ്രം സൗത്ത് ടു നോർത്ത്, ആ മാഗ്നറ്റിക് നീഡിൽ കെപ്റ്റ് ഓവർ ദി വയർ അല്ലേ? ഇനി എനിക്കിതേപോലെ ഈ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് കറണ്ട് പോകുന്നു, എനിക്ക് എന്ത് ചെയ്യാം? ഈ നീഡിലിനെ ഈ വയറിൻ്റെ താഴെ വയ്ക്കാം, കെപ്റ്റ് ബിലോ ദ നീഡിൽ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നോർത്ത് ഓഫ് ദി നീഡിൽ വിൽ ഡിഫ്ലക്റ്റ് ടുവാർഡ്സ് ഈസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത കേസ് എനിക്കിങ്ങനെ പറയാൻ പറ്റും. എന്താ, നമുക്കിവിടെ എഴുതി നോക്കാവേ അല്ലേ? കറണ്ട് എങ്ങോട്ടാ? സൗത്ത് ടു നോർത്ത് കറണ്ട് ഫ്ലോ ചെയ്യുന്നു. കോമ്പാസ് എവിടെയാ? കോമ്പാസ് നീഡിൽ കെപ്റ്റ് ബിലോ ദ നീഡിൽ. കോമ്പാസ് ഇസ് കെപ്റ്റ് ബിലോ ദ വയർ.
അങ്ങനെയാണെങ്കിൽ ഡിഫ്ലക്ഷൻ എങ്ങോട്ടായിരിക്കും? നോർത്ത് ഓഫ് നീഡിൽ വിൽ ഡിഫ്ലക്ഷൻ ടുവാർഡ്സ് എങ്ങോട്ടാ? ടുവാർഡ്സ് ഇവിടെ എന്തായിരുന്നു? വെസ്റ്റിലേക്ക്, അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? ടുവാർഡ്സ് ഈസ്റ്റ്. then north of needle will deflect towards ഈസ്റ്റ്. കണ്ടോ, നേരത്തെ വെസ്റ്റിലേക്കായിരുന്നു. അതിന് റീസൺ എന്താ? നമ്മൾ ഒരു കേസിൽ കറണ്ട് സൗത്ത് ടു നോർത്തിലേക്ക് എടുത്തു. മാഗ്നറ്റിക് നീഡിൽ വെച്ചത് അതിൻ്റെ വയറിൻ്റെ മുകൾ ഭാഗത്തായിരുന്നു. സെക്കൻഡ് കേസിൽ കറണ്ട് സൗത്ത് ടു നോർത്താണ്, നീഡിൽ വെക്കുന്നത് താഴെ ഭാഗത്താണ്. ഇവിടെ ഡിഫ്ലക്ഷൻ മാറും, മുകളിലും താഴെ മാറും. ഫസ്റ്റ് കേസിൽ എങ്ങോട്ടായിരുന്നു? ടുവാർഡ്സ് വെസ്റ്റ് ആയിരുന്നു ഫീൽഡ്. അടുത്ത എങ്ങോട്ടായിരുന്നു? ടുവാർഡ്സ് ഈസ്റ്റ് ആയിട്ട് മാറ്റപ്പെട്ടു. അപ്പോൾ നമ്മൾ സ്നോ റൂളിൻ്റെ അടുത്ത കേസ് പറഞ്ഞു. ഇനി എനിക്കൊരു തിരിച്ചൊരു കേസ് പറയാം. ഓക്കെ, ഞാൻ പറയാൻ പോവാണ്. ഇനി നമ്മൾ ആദ്യം എടുത്തത് എന്തായിരുന്നു? കറണ്ട് സൗത്ത് ടു നോർത്ത് എന്നായിരുന്നു പറഞ്ഞത് അല്ലേ? ഞാൻ ഇനി മാറ്റാൻ പോവാണ്. കറണ്ട് നോർത്തിൽ നിന്നും സൗത്തിലേക്കെന്ന് വിചാരിക്കുക. കറണ്ടിനെ ഫ്ലോസ് ഫ്രം നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ എർത്തിൻ്റെ. അതുപോലെ കോമ്പാസ് നീഡിൽ, കോമ്പാസ് kept over the wire, kept over the wire. അങ്ങനെയാണെങ്കിൽ എങ്ങോട്ടായിരിക്കും? ഡിഫ്ലക്ഷൻ ഈസ് ടുവാർഡ്സ്, ഏതിട്ട് ആദ്യം പറഞ്ഞതിൻ്റെ റിവേഴ്സാണ്, ടുവാർഡ്സ് അത് ഈസ്റ്റിലേക്കായിരിക്കും. നോർത്ത് ഓഫ് ദി നീഡിൽ വിൽ ഡിഫ്ലക്ട് ടുവാർഡ്സ് ഈസ്റ്റ്. കിട്ടിയോ? നമ്മൾ ആദ്യം പഠിച്ച കേസ് ഉണ്ടോ? ഇത് ഇവിടെ കണ്ടോ, കറണ്ട് ഫ്ലോ ഫ്രം സൗത്ത് ടു നോർത്ത്. അത് പറയാൻ തിരിച്ചെടുത്തു അല്ലേ? കറണ്ട് ഫ്ലോ ഫ്രം നോർത്ത് ടു സൗത്ത് ആണെന്ന് വിചാരിക്കുക. കോമ്പാസ് ഈസ് പ്ലേസ് ഓവർ ദി വയറാണ്. ദെൻ നോർത്ത് ഓഫ് ദി നീഡിൽ വിൽ ഡിഫ്ലക്ട് ടുവാർഡ്സ് ഈസ്റ്റ്. ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് അപ്പോൾ പറഞ്ഞത്. നമ്മൾ ഒരെണ്ണം ഓർത്ത് വെച്ചാൽ മതി, ആദ്യത്തെ കേസ് ഓർത്ത് വെച്ചാൽ മതി, അത് നിങ്ങൾക്ക് പറയാവുന്നതുള്ളൂ. ഇനി ഇത് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? കറണ്ട് നോർത്ത് നിന്ന് സൗത്തിലേക്കാണ്. കോമ്പാസ് ഇസ് കെപ്റ്റ് ബിലോ ദ വയർ അല്ലേ? കറണ്ട് ദേ ഞാനിവിടെ എഴുതി വെച്ചേക്കാവേ. കറണ്ട് നോർത്ത് ടു സൗത്ത് ആണ്. കോമ്പാസ് എവിടെ വയ്ക്കുന്നു? കോമ്പാസ് കെപ്റ്റ് ബിലോ the wire. Compass is kept below the wire. Then deflection is towards west. കണ്ടോ, 4 കേസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും അല്ലേ? നോക്കിക്കേ, അത് സ്നോ റൂൾ പറഞ്ഞു അല്ലേ? അതെന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേന്ന് പറഞ്ഞേ, കറണ്ട് ഫ്ലോസ് ഫ്രം സൗത്ത് ടു നോർത്ത് ആൻഡ് മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ കെപ്റ്റ് ഓവർ ദ വയർ. ദെൻ നോർത്ത് ഓഫ് ദി നീഡിൽ വിൽ ഡിഫ്ലക്ട് ടുവാർഡ്സ് വെസ്റ്റ്. ഇത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി, ബാക്കി നിങ്ങൾക്ക് ഇത് വെച്ച് തന്നെ പറയാം അല്ലേ? നീ കെപ്റ്റ് ഇവിടെ സൗത്ത് ടു നോർത്ത് കറണ്ട് ഫ്ലോ ആണ്, കെപ്റ്റ് ബിലോ ദ വയർ ആണ്. ദെൻ ഡിഫ്ലക്ഷൻ ടുവാർഡ്സ് ഈസ്റ്റ്. നീ ഇത് തിരിച്ച് കറണ്ട് നോർത്ത് ടു സൗത്ത് ആക്കി, കെപ്റ്റ് ഓവർ ദി കോമ്പാസ് ഈസ് കെപ്റ്റ് ഓവർ ദി വയർ. ദെൻ ഡിഫ്ലക്ഷൻ ടുവാർഡ്സ് ഈസ്റ്റ് ആണ്. അടുത്ത കേസ് എന്താ? കറണ്ട് നോർത്ത് ടു സൗത്ത് ആണ്. മാഗ്നറ്റിക് നീഡിൽ പ്ലേസ്ഡ് ബിലോ ദ നീഡിലാണ്. ഡിഫ്ലക്ഷൻ ഈസ് ടുവാർഡ്സ് വെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ 4 കേസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഞാനിതിനെ സ്നോ റൂൾ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കേട്ടോ. റൂളെന്ന് പേരൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ടേ, നിങ്ങളതൊന്ന് വായിച്ച് നോക്കണം. എന്നിട്ട് ക്ലിയർ ആയിട്ട് ചെയ്ത് നോക്കണം. ഇതുപോലെ ഇത് വ്യക്തമായി നിങ്ങൾ തിരക്ക് പിടിച്ചൊന്നും ചെയ്യരുത്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കി നിങ്ങളുടെ നോട്ടിലേക്കൊന്ന് എഴുതിയൊക്കെ വെച്ചിട്ട് നോക്കണം. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഈ കോമ്പാസ് നീഡിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്കിത് ഓർത്ത് വെച്ചാൽ ചെയ്യാൻ പറ്റും. നിങ്ങളിതിങ്ങനെ ബൈഹാർട്ട് ചെയ്തൊന്നും വെക്കരുത്. ആദ്യത്തെ ഒരു കേസ് മാത്രം, ഏതാ? സ്നോ റൂൾ ഞാൻ എഴുതിയ സ്നോ, അത് ഓർത്ത് വെച്ചാൽ പോരെ. നോക്കി നമ്മുടെ ഇതിനകത്ത് പറയുന്നില്ലേ, വ്യക്തമായിട്ട് ഞാൻ ഇവിടെ പറയുന്നില്ലേ ഓർക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ? കറണ്ട് സൗത്ത് ടു നോർത്ത്, മാഗ്നറ്റിക് കോമ്പാസ് കെപ്റ്റ് ഓവർ ദി വയർ, ദെൻ നോർത്ത് ഓഫ് ദി നീഡിൽ വിൽ ഡിഫ്ലക്ട് ടുവാർഡ്സ് വെസ്റ്റ്. ആ ലെറ്റേഴ്സ് ഒന്ന് ഓർത്തെടുത്ത് വെച്ചാൽ മതി നിങ്ങൾ. അത് വെച്ച് ബാക്കി എല്ലാ കേസും പറയാൻ പറ്റും. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ആക്ടിവിറ്റിയിൽ നിങ്ങൾ അതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. ഒരു ഫിഗറൊക്കെ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയാൽ കിട്ടും.
ഈ ഫിഗറുമായി ബന്ധപ്പെട്ട ഒരു ഇതാണ്. അപ്പോൾ നിങ്ങളത് വ്യക്തമായിട്ട് അത് വായിച്ച് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിലിരിക്കുന്ന മാഗ്നറ്റിക് കോമ്പാസ് നീഡിൽ ഒരു ഡിഫ്ലക്ഷനും ഉണ്ടാവും. നമ്മളത് പഠിച്ചതാണ് ഓൾറെഡി അല്ലേ, നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചതല്ലേ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ആ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കാനുള്ള റൂളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത്. അതെന്താ വിളിക്കുന്നത്, നമ്മൾ സ്നോ റൂൾ എന്നൊക്കെ വിളിക്കും. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നു ഒന്ന് വേഗം ആലോചിച്ച് നോക്കിയേ. നമ്മളിന്ന് ഇലക്ട്രിക് കറണ്ട് എഫക്റ്റുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമ്മളതിൽ മാഗ്നറ്റിക് എഫക്റ്റ് പഠിക്കാൻ പോവുകയാണ് അല്ലേ. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്നൊക്കെ ഒബ്സർവ് ചെയ്ത് ആദ്യം ഹാൻസ് ക്രിസ്റ്റ്യൻ ഓർസ്റ്റഡ് ഇൻ ദി ഇയർ 1820. അതിനുശേഷമാണ് ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസം കൂടി യൂണിഫിക്കേഷനൊക്കെ സംഭവിച്ചിട്ട് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന ബ്രാഞ്ചൊക്കെ വന്നത് അല്ലേ. നമ്മളതൊക്കെ ഡിസ്കസ് ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഈ മാഗ്നറ്റിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഒക്കെ നോക്കി അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ദ സ്പേസ് ഓർ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് ഓർ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വേർ ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ് ഇറ്റ്സ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മളവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഒക്കെ പഠിച്ചു അല്ലേ. ഒരു നോർത്ത് പോൾ ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് പോകുന്ന പാത്ത് നമ്മളെന്ത് വിളിക്കും, മാഗ്നറ്റിക് ലൈൻസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വിൽ നെവർ ക്രോസ് ഈച്ച് അതർ എന്നൊക്കെ പഠിച്ചു അല്ലേ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുന്ന റീസൺ ഒക്കെ കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നോക്കണം, നിങ്ങൾ പഠിക്കണം. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ ലാസ്റ്റ് എന്ത് നോക്കി, മാഗ്നറ്റിക് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള ഫീൽഡിലിരിക്കുന്ന മാഗ്നറ്റിക് കോമ്പാസ് നീഡിലുണ്ടാകുന്ന ഡിഫ്ലക്ഷനെ കുറിച്ച് നോക്കി. അതെങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ സ്നോ റൂളൊക്കെ പഠിച്ചു. ഓക്കെ.